പിന്നെ കുറേ സ്ഥലത്ത് പന്നി മാന്തി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഈ സൈക്കിൾ അതിനെ വണ്ടി കയറ്റുന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടാവുന്നത്. പിന്നെ മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴമാൻ, പുള്ളിമാൻ, പിന്നെ മയില്, പിന്നെ മലമ്പാമ്പ്, അതൊക്കെ ഉണ്ട് ഇവിടെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഞങ്ങളിപ്പോ എവിടെ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടിക്കാടിന്റെ പീക്ക് പോയിന്റ് തന്നെ പറയാം ഗൈസ്. ഏറ്റവും ടോപ്പ് ഹയസ്റ്റ് മലയിലാണ് ഗൈസ് ഞങ്ങൾ നിൽക്കണത്, പട്ടിക്കാടിന്റെ ഗൈസ്. നിങ്ങൾ തെറ്റിയിരിക്കരുത്, പിന്നെ അതൊരു പ്ലേസ് ആണ് ഗൈസ്. അവിടുത്തെ ഉള്ള ഏറ്റവും ടോപ്പ് എൻഡ് മലയിലാണ് ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു അമ്മ പറ്റ 3 പാറയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. 1-ാം കുന്ന്, 2-ാം കുന്ന്, 3-ാം കുന്ന് ഗൈസ്. അപ്പൊ അതിലുള്ളതിൽ 3-ാമത്തെ കുന്ന്, ഐ മീൻ ഏറ്റവും ടോപ്പസ്റ്റ് കുന്നാണ് ഗൈസ് ഇവിടെ ഉള്ളതിൽ വെച്ച്. ഓൾ തൃശ്ശൂരല്ല ഉദ്ദേശിക്കണം, ഇവിടെ ഉള്ളതിൽ വെച്ച് അല്ലടാ. അതെ ഗൈസ്, ഓക്കെ. ഞാൻ പഠിച്ചത് ഈ സ്കൂളിലാണ്. എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആ സ്കൂളിൽ ആ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, ഇവിടേക്ക് ഈ മലയിൽ എന്തെങ്കിലും കയറാൻ പറ്റുമെന്ന് ഗൈസ്. പക്ഷേ ഗൈസ്, ആ വിചാരിച്ച മലേനെക്കാട്ടും മേളിലുള്ള മലയിൽ ഞാൻ ഇന്ന് കയറി ഗൈസ്. അതിലെനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഗൈസ്. അപ്പൊ എങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി എന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വയസ്സുണ്ടോ. വിശാലമായി കിടക്കുന്ന പരവതാനി അണിഞ്ഞു നടക്കുന്ന ഒരു പ്രകൃതിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി എന്നുള്ളത് പോയി കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കേപ്പറായിക്കോടെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഒറ്റൊരു വണ്ടി പോലും ഈ റൂട്ടിൽ കൂടെ ഇല്ല. പോണത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലേസ് ഒന്നും അറിയില്ല ഗൈസ്. എന്നാലും കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. മൊട്ടപ്പാറ, അതുപോലെ 1-ാം കുന്ന്, 2-ാം കുന്ന്, 3-ാം കുന്ന് അങ്ങനെയൊക്കെ പറയുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ എന്താ പറയുക, ഈ റോഡ് പക്ക സ്മൂത്ത് ആയതുകൊണ്ട് ചവിട്ടേ വേണ്ട ഗൈസ്. ഇപ്പോൾ സൈക്കിൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഗൈസ്. ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ, പൊളിയായിട്ട്. ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് രാത്രിയിലെ വിഷ്വൽസ് അധികം കാണിച്ചു തരുന്നില്ല ഗൈസ്, കാരണം ഒന്നുമില്ല, ഇരുട്ട് മാത്രമാണ് ഗൈസ്. എന്തായാലും ഇനി കുറച്ച് നേരം വിളിക്കട്ടെ. ഇപ്പം നമ്മളുള്ളത് കേഫറയിലാണ്. ഇനി അടുത്തെത്താൻ പോകുന്നത് കണ്ണാറ എന്ന് പറഞ്ഞ പ്ലേസിലാണ്. കണ്ണാറ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, ഇത് ഏകദേശം 1 കിലോമീറ്റർ ഇതിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ അകത്തോടെ പോകാണ്ട് ഗൈസ്. അപ്പോൾ ഈ ഫോറസ്റ്റ് കേട്ടെ. ഓക്കെ, പാറ വരാൻ ചാൻസ് കിട്ടും. അതെ, ഗൈസ്, അവിടെയൊക്കെ ഫുൾ ആൾക്കാരുണ്ട്. ഓക്കെ, അത് തന്നെ ഗൈസ്. അപ്പോൾ അതായിരിക്കും മൊട്ടക്കുന്ന് ഗൈസ്. ചലഞ്ച് ഗൈസ്. അവന് ഈ സൈക്കിൾ അതിനെ വണ്ടി കയറ്റുന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഗൈസ് എന്താവുന്നത്. ഉറപ്പല്ലേ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ സ്ഥലം എത്താറായിട്ടോ. ഇവൻ എന്തായാലും സൈക്കിൾ കയറ്റണ്ട്. ഈ സ്റ്റെപ്പ് കയറി പോകണം ഗൈസ് എന്തായാലും. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ വെക്കുകയാണ്, ഞാൻ കയറ്റണുള്ള. ഇവൻ കയറ്റട്ടെ ഗൈസ്. അങ്ങനെ നമ്മുടെ ഫേസിലെ സൈക്കിളെ തോർത്തെടുത്ത് കയറണ്ട ഗൈസ്. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് അവൻ എത്ര ദൂരം അങ്ങനെ പോകുന്ന നോക്കാം. ഓക്കെ, ഞാൻ ഇനി അങ്ങനെ കയറി പോട്ടെ ഗൈസ്. കുറച്ച് അവിടെ മേളിൽ കയറ്റി വെക്കണം കേട്ടോ എൻ്റെ സൈക്കിൾ. ഞാൻ ടോട്ടലി ഫുള്ള് മേളിലേക്ക് കൊണ്ടുള്ള, എന്നാലും വിൽക്കട്ടെ. ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, വന്യജീവിയുടെ. എന്നാൽ നമുക്ക് ഇനി പതിയെ കയറാം. എൻ്റെ സൈക്കിൾ ഞാൻ താഴ്ത്തു വെച്ചു, മേളിലേക്കാവാൻ പോകണ്ട ഗൈസ്. വൻ ഹൈറ്റ് കൂടിയ പാറ കേട്ടോ, നിങ്ങൾ വിചാരിക്കണ പോലെ അല്ല ഗൈസ്. ഓക്കെ, നല്ല ഹൈറ്റ് കൂടി പാറയാണ് ഗൈസ്. ഓക്കെ.
നമുക്ക് എന്തായാലും അവിടെ ഒരു അപ്പാപ്പനുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരണോണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഉറക്കനെ പറഞ്ഞോട്ടെ. ഇവിടെ വരുന്നോണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ ഇത് ഫോറസ്റ്റുകാരെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചോദ്യം ചെയ്യും. കാരണം ഫോറസ്റ്റ് ഇപ്പോൾ മലേരിയ ആണല്ലോ. അപ്പോൾ ഈ പുല്ലൊക്കെ തീ പിടിച്ച് കടക്കെത്തി പോയില്ലേ, അതിന് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കയറുമ്പോൾ അവർ താക്കീത് അടച്ചുവിടും. അല്ലെങ്കിൽ ഫോറസ്റ്റ് സാങ്ഷനൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇന്ന് എടുത്തു കൊണ്ടുവരാൻ. അപ്പോൾ ഇപ്പോൾ ഇവിടേക്ക് വരുന്നത് ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ അവർ വിലക്കും പറഞ്ഞ് ഇറക്കി വിടും. പിന്നെ അങ്ങനെ ഇതുണ്ടായിണ്ടോ ഇവിടെ? അങ്ങനെ ഉണ്ടായിരുന്ന നേപ്പാളീസ് വന്നിട്ട് ഹിന്ദിക്കാരെ ഇറക്കി വിട്ടിരുന്നു. ആണോ? അല്ലാണ്ട് ഇവിടെ വലിയ ഇതൊന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കാട്ടുതീ സീനും പിള്ളേർ ബസ് കട്ടൊക്കെ വലിച്ചിട്ടല്ലോ. പിന്നെ കുടിയന്മാർക്ക് വന്നിട്ടുണ്ട്, അവർക്ക് താവളടിക്കുന്ന സ്ഥലമാണല്ലോ. അപ്പൊ അത് പാടില്ല എന്നൊരു നിയമമുണ്ട്. പിന്നെ ഫോറസ്റ്റ് സാങ്ഷൻ വാങ്ങിച്ചു കിടക്കണം. അപ്പൊ അവരനുമതി കൂടുതൽ കിടക്കണം. അങ്ങനെ കാര്യമുണ്ട്. രാവിലെ വന്നാലാണ് ഇവിടെ? രാവിലെയാണ് കാണാൻ. പിന്നെ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് വെയിലാറി കഴിഞ്ഞിട്ട്. പിന്നെ മൃഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഴമാൻ, പുള്ളിമാൻ, പിന്നെ മയില്, പിന്നെ മലമ്പാമ്പ്, കൂരമാൻ, അതൊക്കെ ഉണ്ട് ഇവിടെ. അതിപ്പോ ഈ വെയില് ഇങ്ങനെ ഉദിച്ചു വരുന്ന പൊങ്ങുമ്പോൾ മയിൽ നൃത്തം കളിക്കും. ശരിക്കും ആൺമയിൽ കളിക്കുക, പെൺമയിൽ കൂടെ നിൽക്കുക, ഇഷ്ടംപോലെ. ഇപ്പൊ ഈ മഴയൊക്കെ ആകുമ്പോഴാണ് വരിക. അല്ലെങ്കിൽ ഒരു മഴ വേനൽക്കാലത്ത് പെയ്തിട്ടുണ്ടെങ്കിൽ ആ നേരത്തേക്ക് ഇറങ്ങും. അപ്പോൾ ആ സ്ഥാനത്ത് അത്ര ഉണ്ടാവില്ല. പിന്നെ ഈ താഴെ വെള്ളമുള്ള സ്ഥലത്ത് തന്നെ അവിടെ ഉണ്ടെങ്കിൽ പച്ചയുള്ള സ്ഥലങ്ങളുണ്ട്, പൈപ്പും വെള്ളമൊക്കെ. അപ്പോൾ അവിടെ കുരങ്ങ് വരും. പിന്നെ ഈ പുള്ളിമാൻ, കൂരമാൻ, പിന്നെ അവിടെ കിഴമാൻ ഒരു ഇഷ്ടം പോലെ. അപ്പോൾ ടോട്ടൽ ഫുള്ളൊരു മൃഗങ്ങളുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവർക്ക് കടന്നു വരാമല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് മല, വെള്ളാനി മലയുടെ താഴ്വാരയുണ്ട്. അതാണോ വെള്ളാനി മല? ആ പച്ച കാണുന്ന മല മുട്ടി നിൽക്കുന്ന വെള്ളാനി മല. അവിടേക്ക് പോകാൻ പറ്റുമോ? അവിടേക്ക് പോകാൻ പറ്റും. അതിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഈ വഴിയുടെ അപ്പുറത്തോളം ആ വഴി റോഡുണ്ടല്ലോ, ആ റോഡ് അതിലെ വളഞ്ഞ കനാൽ അതിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടേക്ക് എത്താം, അപ്പുറത്തേക്ക് വെള്ളാനിമല. അവിടെ അപ്പോ കേരളോണ്ട് കുഴപ്പമുണ്ടോ? കേരളോണ്ട് ഇതൊക്കെ തന്നെ ആൾക്കാർ പോകാറുണ്ടോ അവിടേക്ക്? ആൾക്കാർ അപൂർവം ചിലരൊക്കെ കാടല്ലേ. ഓ, കാടല്ലേ? പച്ച പിടിച്ച് ആദ്യം എന്ന് പറഞ്ഞ തുകലും പിന്നെ മൃഗങ്ങളും കന്നുകാലി ആൾക്കാരെ ഇഷ്ടംപോലെ വഴിയൊക്കെ ഉണ്ടാവും. വഴി നമ്മളൊക്കെ അതിന്റെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും, അറിയാവുന്ന ആൾക്കാരാണ്. ഈ മേളിലേക്ക് പോണ പോലെ? ഈ മുകളിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഒരു ചേട്ടനെ കിട്ടിയായിരുന്നു. ആ ചേട്ടനെ നമുക്ക് എല്ലാം പറഞ്ഞു തന്നായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഫുള്ളൊരു മൃഗങ്ങളുള്ള ഏരിയ കൂടെയാണ് കേസ് നമ്മളിപ്പോൾ പോകാൻ നോക്കണത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് കേസ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്തായാലും നമുക്കിനി പോവാം. ഓക്കെ, ഇവിടെ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വന്നാലും നല്ല വ്യൂ ആയിരിക്കും ഗൈസ്. കാരണം അമ്മാതിരി പാറകളാണ് ഗൈസ്. ഇതിനെക്കാട്ടും ഒരു ടോപ്പ് ഹൈ എൻഡ് പാറ എന്ന് പറഞ്ഞാൽ ആ മേളിൽ നിൽക്കണ പാറയാണ്. ഇവിടെ പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അടിപൊളി വ്യൂ ആണ് ഗൈസ്, വേറെ ലെവൽ വ്യൂ ആണ്. അതൊക്കെ വേറെ അമിട്ട് പോലത്തെ മലകളാണ് ഗൈസ്. എന്നാണോ അതൊക്കെ ഇരുന്ന് കയറാൻ പറ്റുക. കോട പൊന്തി തുടങ്ങുന്നുണ്ട് കേട്ടോ നൈസായിട്ട്. പക്ഷെ സൂര്യ വെളിച്ചം വന്നതിലും കോട പൊന്തി തുടങ്ങുന്നുണ്ട്. പുല്ലുകളൊക്കെ ഉണങ്ങി കിടക്കുന്ന പുല്ലുകളാണ് ഗൈസ്. ഓക്കെ, ഇങ്ങനെ എന്താണെന്ന് അറിയില്ല, ഹൈ എൻഡ് ആയതുകൊണ്ട് സൂര്യ വെളിച്ചം പെട്ടെന്ന് അടിക്കണോണ്ടാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഫുള്ള് ഉണങ്ങി കിടക്കുകയാണ് ഗൈസ്. ഓക്കെ, ഒരു തീയിട്ടെല്ലാം പറയാമെന്നേ ഉള്ളൂ. അതിൻ്റെ മണ്ടയിലേക്കൊക്കെ പോകാൻ സാധിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നേരെ അതിൻ്റെ മണ്ടയിലേക്ക് കേട്ടോ പോണേ. അതിൻ്റെ മണ്ടയിൽ പോകാം നമുക്ക്. ഓക്കെ, 2ാം കുന്ന് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വഴിയില്ല. അപ്പോൾ നമ്മൾ വഴി കണ്ടുപിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. മൊട്ടപ്പാറ എന്ന് പറയുകയാണെങ്കിൽ 1ാം കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗൈസ്. ഇതാണ് 1ാം കുന്ന്, 2ാം കുന്ന്, 3ാം കുന്ന്. എല്ലാ കുന്നിക്കും നമുക്ക് പോകണം ഗൈസ്. വഴി ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ അനുവദിക്കുമെങ്കിലും ചെറിയൊരു ചവിട്ടുപാത കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ വഴി അങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. എന്താവുമെന്ന് അറിയില്ല, പെരും കാടാണ് ഗൈസ്. ഒരു അമിട്ട് പോലത്തെ മല ഗൈസ്. ഗൈസ് ഇനി കൊണ്ടിട്ടാ മല കയറി ഞങ്ങളൊരു പടളക്കുന്നു. ഇങ്ങനത്തെ ഓരോ പുല്ലുകളില്ല ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് മയിൽ മുട്ടയിട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. പുള്ളിക്കാരന് കുറേ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കുറേ പേരുണ്ട് ഗൈസ്. എല്ലാവരും കൂടുതലും വരുന്നത് ആ ഇതിലേക്കാണ്. ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്നവരാണ് ഗൈസ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇതിനായിട്ട് കുറച്ചുകൂടി ഹൈറ്റ് കൂടി പാറയാണ് അത്. പക്ഷേ അവിടെ കവറില്ലെന്നാണ് പറഞ്ഞത് പുള്ളി കേട്ടോ. ഇത് 2ാം പാറ, അത് 1ാം പാറ, അതുപോലെ തന്നെ 3ാം പാറ. അത് തന്നെ 3ാം പാറ അല്ല ഗൈസ്, 3ാം കുന്നെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു നാച്ചുറാലിറ്റി ആയിരിക്കും. അതെ, എന്തൊരു മിസ്സിങ്. ഇവിടെ പിന്നെ കുറച്ച് ഭംഗി കുറവെന്ന് പറയാനായിട്ട് ഇങ്ങനെ കുറെ കെട്ടിടങ്ങൾ വന്നപ്പോൾ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ഭംഗി പോയി. ഇവിടെ പിന്നെ കുറേ പേര് എന്താ പറയുക, ഏറുമാടൊക്കെ പോലെ കുറേ സംഭവം കെട്ടിയിട്ടുണ്ട്. അവിടെ പോയി അവിടെ ഒരു ഷീറ്റ് പോലെ വരച്ച് കെട്ടിയിട്ടുണ്ട് ഗൈസ്.
നമ്മളിനി പോകാൻ പോകുന്നത് ആ ഒരു കുന്നിൻ്റെ മേളിലേക്കാണ്. അവിടേക്ക് എങ്ങനെ പോകുന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. അതാണ് ഗൈസ് 3-ാം കുന്ന്, ഏറ്റവും ടോപ്പ് ഹൈയസ്റ്റ് കുന്നാത്ത്, ഐ മീൻ പട്ടിക്കാടിലെ. ഗൈസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറക്കൂട്ടം കാടുകളാട്ടോ, വഴിയൊന്നും ഇല്ല. വഴി കണ്ടുപിടിക്കേണ്ടി വരുമോ? വഴി കിട്ടി ഗൈസ്. എവിടെയെങ്കിലൊക്കെ ഒരു നടപ്പുപാത ഉണ്ടാവും ഗൈസ്, അത് തേടി പോയാൽ മതി, സംഭവം നമുക്ക് എത്താം. അങ്ങനെ ഞങ്ങളിപ്പോൾ 1-ാം കുന്ന് കയറി, 2-ാം കുന്ന് കയറി, ഇനി 3-ാം കുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ മനസ്സിന് കുറച്ച് തൃപ്തിയാണത് ഇപ്പോഴാണ് ഗൈസ്. ഓക്കെ, ഏകദേശം ആ മലയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ട്രക്കിങ് ചെയ്തിട്ട് ഗൈസ് ഞങ്ങളങ്ങനെ ഇവിടെ വരെ എത്തി ഗൈസ്. ഇവിടെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ശ്വാസം കിട്ടാനൊക്കെ വൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫുള്ള് കോട ആയതുകൊണ്ട് ഒരിത് ഗൈസ്, കോടയുടെ ഒരു ഇത് കാരണം അങ്ങനെ ശ്വാസം കിട്ടാനുള്ള. എന്തായാലും ഇവിടുത്തെ വ്യൂ കണ്ടിട്ടോ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അതാണ് പട്ടിക്കാട് സ്കൂള്. ഐ മീൻ അവിടെ കുറേ പേര് കളിക്കണ്ട. ഞാൻ 7th അവിടെ കേട്ടോ പഠിച്ചത്. അവിടെ നിന്ന് കളിക്കുമ്പോൾ ഈ മല കാണാമായിരുന്നു ഗൈസ്. ഈ മല, ആ മല, ഇതെല്ലാം കാണാമായിരുന്നു ഗൈസ്. അപ്പോൾ അത് കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും ഇത് കയറാൻ പറ്റുമെന്ന്. പക്ഷെ അത് ഞാൻ സാധിച്ചു ഗൈസ്. ഐ എം ഹാപ്പി ഗൈസ്, ഹാപ്പി. ഇപ്പോൾ മനസ്സിലായില്ല ഗൈസ്, കഷ്ടപ്പെട്ട എന്തായാലും നേടാൻ പറ്റുമെന്നൊക്കെ. ഓക്കെ ഗൈസ്, ഇതൊക്കെ കാട്ടുതീ ഉണ്ടായ ഏരിയ കേട്ടോ. ഐ മീൻ നിങ്ങൾ ഈ മരങ്ങൾ കണ്ടോ, ഈ ഹൈറ്റിലൊക്കെ കാട്ടുതീ ഉണ്ടായിരിക്കണം ഗൈസ്. ആ മരം ഫുള്ളും കറുത്തായിരിക്കണേ, കാട്ടുതീ ഉണ്ടായിട്ട് കേട്ടോ. ഈ ഏരിയയിൽ കാട്ടുതീ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇതിൻ്റെ അടിയിലേക്ക് പട്ടിക്കാട് സ്കൂളാണ് ഗൈസ്. അത് മാത്രമല്ല ഗൈസ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് പട്ടിക്കാട് എന്ന് പറയുന്ന ഏരിയ ആണ് ഗൈസ്. പട്ടിക്കാടിൻ്റെ ഒരമ്മ പറ്റാൻ 3 കുന്നാണ് ഗൈസ് നിങ്ങളിവിടെ കാണുന്നത് ഗൈസ്. ഇത് കുത്താനുള്ള ഇറക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കല്ല് ഇങ്ങനെ ഉരുണ്ട് പോയി ചിലപ്പോൾ സീനാവും ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഈ ഇറക്കട്ടെ ഗൈസ്. ഓക്കെ, ഗൈസ് എല്ലാം കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ചു കേട്ടോ. ഇവിടെയൊക്കെ സൂര്യൻ ഉദിക്കാന്ന് പറഞ്ഞാൽ ഗൈസ് 8 മണിയാകുമ്പോഴാട്ടോ. കാരണം ഫോഗായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ഗൈസ് ഉദ്ദേശിച്ചത്. സംഭവം നടന്നതെന്ന് അറിയണു ഗൈസ്, എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അറിയുള്ളൂ. ഇവിടെ ഗൈസ് 8 മണിക്ക് ഗൈസ് സൂര്യൻ ഉദിച്ചത്. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഞാൻ സഫലമാക്കി ഗൈസ്. ചെറുപ്പത്തിൽ 7 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മല കാണുമായിരുന്നു. പക്ഷെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് അതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് മലയിൽ കയറി ഗൈസ്. അതായിരുന്നു ഗൈസ്, എനിക്ക് വൻ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷയില്ല ആ ഹൈയസ്റ്റ് മലയിൽ കയറാൻ പറ്റുമെന്ന് ഗൈസ്. എവിടെ കൂടെ പോയാലും ആ മല കാണാം ഗൈസ്. അതിൽ കയറി ഗൈസ്. ഒരമ്മ പറ്റാൻ 3 കുന്ന് പോലെയാണ് ഗൈസ്. 3-ാം കുന്നാണ് ഇവിടെ ഉള്ളത്. 1-ാം പാറ, 2-ാം പാറ, 3-ാം പാറ, അങ്ങനെയാണ് ഗൈസ്. ഇത് ടോപ്പ് എല്ലാത്തിലും പോയി ഗൈസ്. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മേളിലുള്ളതാണ് ഗൈസ്. എല്ലാവരും ഇപ്പോൾ ഇവിടേക്ക് വരികയെന്ന് വിശ്വസിക്കുന്ന ഗൈസ്. പട്ടിക്കാട് തന്നെ കാണാവുന്ന ഒരു സ്ഥലമാണ്. നാഷണൽ ഹൈവേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം കാണാം ഗൈസ്. ഓക്കെ, രാവിലെ വന്നാൽ അടിപൊളിയാണ് ഗൈസ്. ഫുള്ള് കോടയിൽ കുളിച്ച് കിടക്കണ കാണാം ടോട്ടലി. ഇല്ലടാ അതിന് പറയണ്ട, എനിക്ക് കണ്ടയിൽ വെച്ച് ഏതാണ് കുറച്ച് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്? കണ്ടയിലേക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മറ്റേ സ്ഥലം തന്നെ തോന്നി. കാരണം ഇവിടെ എന്ന് പറയാൻ കാണാൻ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ വിശാലതാണ്. അവിടെ പോയാൽ അത്ര വിശാല അല്ലെങ്കിലും അടിപൊളി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്ലെയിൻ ആയിട്ട് കിടക്കാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് നാച്ചുറാലിറ്റി ആണ് ഗൈസ്. ഒരു കാട് ഫുള്ള് അടിപൊളിയാണ് ഗൈസ് അവിടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് തന്നെ ഗൈസ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചടിച്ച് പൊട്ടിക്കണം. അപ്പോൾ നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.